ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണവും മറ്റ് സ്ഥാവര ജംഗമ സ്വത്തുക്കളും എല്ലാം അടപടലം അടിച്ചു മാറ്റിയവരിൽ ഒരു അത്ര നെത്തോലിയല്ല, ഒരു ചെറിയ സ്രാവ് കൂടെ കുടുങ്ങിയിരിക്കുന്നു. അയാളുടെ പേരാണ് സുധീഷ് കുമാർ. അവിടുത്തെ ദേവസ്വം ഓഫീസറായിരുന്നു. കമ്മിയാണ്. ചങ്ങനാശ്ശേരിയിലെ മുരാരി കമ്മി, CA2 കമ്മിയാണ്. പിന്നെ കള്ളപ്പോറ്റി, ഉണ്ണിക്കുണ്ണം പോറ്റി. അങ്ങനെ 3 പേരാണ് ഇപ്പോൾ പ്രബലമായിട്ട് കുടുങ്ങിയിരിക്കുന്നത്. പക്ഷേ നേതാക്കളെവിടെ? ഇവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചവന്മാരെവിടെ? അത് ചെയ്യാതിരിക്കാൻ, അവരിലേക്ക് ഈ അന്വേഷണം നീളാതിരിക്കാൻ കമ്മികൾ ശരിയായ രീതിയിൽ കളിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇയാൾ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇയാളുടെ അടൂരിലുള്ള വീട്ടിലേക്ക് CPMൻ്റെ നേതാക്കളൊക്കെ സന്ദർശിച്ചു എന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട്. അപ്പോൾ എന്താണ്, നിന്നെ അറസ്റ്റ് ചെയ്താലും ഞങ്ങളുടെ ഒന്നും പേര് പറയല്ലേ പൊന്നു ചങ്ങാതി, നിന്നെ സുന്ദരമായിട്ട് ഞങ്ങൾ ഊരിയെടുത്തേക്കാം, മറ്റുള്ളവരിലേക്ക് പോയ ബുദ്ധിമുട്ടാണ്. അതായത് ഇയാൾ വാസുവിൻ്റെ PA ആയിരുന്നു. മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്, ഉറ്റ ചങ്ങാതിയാണ്. അപ്പോൾ വാസു അണ്ണനും കുടംപുളി അണ്ണനും എല്ലാം കൊടുങ്ങരുത്. അവിടെ നിന്ന് പോയാൽ മുകളിലേക്ക് എന്ന് കഴിഞ്ഞാൽ വലിയ തലവേദനയാണ്. വിജയ് മല്യ കൊടുത്ത 33 കിലോ സ്വർണത്തിൻ്റെ 30 കിലോയും ഉണ്ടോ അവിടെ? പിന്നെ ഇഞ്ചി, നാരങ്ങ, അരി, ഉപ്പ്, മുളക്, അന്നദാനത്തിന് വേണ്ടി ശേഖരിക്കുന്ന അല്ലെങ്കിൽ കരാറെടുക്കുന്ന കരാറുകാരിൽ നിന്ന് വൻതോതിൽ കമ്മീഷൻ പറ്റുന്നവനാണ് ഈ സുധീഷ് കുമാർ. പിന്നെ സ്വർണത്തിൻ്റെ കാര്യം പറയാനുണ്ടോ? ഇതുപോലുള്ള തിരുമാലികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, അത്തരം പ്രമാദമായ ഇഷ്യൂസ് മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഒന്നിനു പിറകെ ഒന്നായ വിവാദങ്ങൾ ഇവർ ഉയർത്തിവിടുന്നത്. ഈവൻ ഈ വ്യാജ പ്രഖ്യാപനങ്ങളും ഈ അതിദരിദ്ര നാടകം കളിയെല്ലാം അതിൻ്റെ ഭാഗമല്ലേ എന്ന് മറ്റുള്ളവർ സംശയിച്ചാൽ അവരെ എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും?